ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. എനിക്ക് ഭയങ്കര ചുമയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വീഡിയോ എന്തെങ്കിലും ഇടണ്ടേന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഓഫിൻ്റെ അന്ന് നമ്മുടെ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓഫറൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഓഫറുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾക്കൊക്കെ നിറച്ച് ഓഫറുണ്ട്. ഞാൻ അധികം ആ ഭാഗത്തേക്ക് പോയില്ല. ചോക്ലേറ്റ്സ്, ഡേറ്റ്സ്, ബദാം, നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ പാത്രങ്ങൾ, റൈസിന് ഓഫർ ഉണ്ടായിരുന്നു, ഷുഗർ, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ അൽബലദിലുള്ള ലുലു അല്ല, ലുലു എക്സ്പോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു കുഞ്ഞ് വീഡിയോക്കകത്ത് എവിടെയോ കാണാമല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നട്ട്സൊക്കെ കൊടുക്കുന്ന കേട്ടോ. അതായത് അവിടെ ഓഫർ ഉള്ളതുകൊണ്ട് ഓഫർ ഇല്ലാത്ത ഐറ്റംസും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ശബ്ദം അത്ര ശരിയായിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊരു അടവുണ്ട്. പിന്നെ ഒരാഴ്ചയിൽ ഒരു വീഡിയോയെങ്കിലും ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെയാണ് മേടിച്ചത്. ഫിഷിന് ഒത്തിരി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. കേരയ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പിന്നെ എന്തിനായിരുന്നു ഓഫർ? ഇരിക്കുന്ന ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ് അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 10 റിയാലിനൊക്കെ കിട്ടായിരുന്നു. വെള്ളത്തിന് ഓഫർ ഉണ്ടായിരുന്നു, സോപ്പ് പൊടിക്ക് ഉണ്ടായിരുന്നു, പെർഫ്യൂമിനുണ്ടായിരുന്നു, പിന്നെ ഗാർണിയറിൻ്റെ ഷാമ്പൂവിന് ഓഫർ ഉണ്ടായിരുന്നു, ടാങ്കിന് ഓഫർ ഉണ്ടായിരുന്നു. നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പോയി പർച്ചേസ് ചെയ്താൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് മേടിച്ച് വെക്കാനായിട്ട് പറ്റുമെന്ന് തോന്നി. പിന്നെ ഇതിൽ ഞാനൊരു 400 റിയാൽ 500 റിയാലിൻ്റെ അടുത്ത് ബില്ലാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 250 റിയാലോളൊക്കെ ബില്ലായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ലുലുവിൽ എന്ത് നിങ്ങളെ കാണിക്കാനാണ്, പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് മാളിൽ പോയി കാണുന്ന പോലെ തന്നെയുള്ള എല്ലാവിധ ഐറ്റംസ്, പെർഫ്യൂംസ്, ക്രീംസ്. ഞാൻ പോയൊരു ഏരിയ ആണ് കേട്ടോ ഞാൻ ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഫിഷിൻ്റെ ഏരിയയിലോട്ട് ഞാൻ പോയില്ല. മാളൂട്ടി അപ്ചേട്ടനൊക്കെ മലയ്ക്ക് പോവാണ്. അപ്പോൾ അത് കാരണം ആ ഒരു ഏരിയയിലേക്ക് ഞാനും കഴിക്കണില്ല. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പോയില്ല. ബാക്കി ഏരിയാസാണ് കേട്ടോ ഞാൻ കവർ ചെയ്തത്. വലിയ ലുലു ആണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ലുലുന്ന് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ സാധനങ്ങൾ അവിടെ നമ്മൾ പുറത്ത് വേണം കീപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു പുറത്ത് കുറച്ച് നേരം സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടാണ് പിന്നെ റെസ്റ്റോറൻറ്റിലോട്ട് പോയത്. അങ്ങനെ ശരിക്കും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് അടുത്ത ഒരാളായിട്ട് ജസ്റ്റ് ഒന്ന് വഴക്കല്ല, നിങ്ങളിങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരത് റിപ്പീറ്റ് ചെയ്യില്ലേ, അപ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ അവർ സംസാരിച്ചു കേട്ടോ. പിന്നെ എന്തോ നമ്മൾ വെക്കാനായിട്ട് അവർ സമ്മതിച്ചു. അത് തന്നെ വലിയ കാര്യം. പിന്നെ ഞങ്ങൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ച് വരാൻ ലേറ്റ് ആയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ 4 പേരാണ് പോയി. 2 പേര് തിരിച്ച് വന്നിട്ട് 2 പേര് പിന്നെ പുറത്ത് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. ഇതൊക്കെ മറ്റേ ക്രീം, പെർഫ്യൂമൊക്കെ ആട്ടോ. അത് ഞാനെന്തോ പെർഫ്യൂം തപ്പി നടന്നതാണ്. ഞാൻ വിചാരിച്ച പെർഫ്യൂം ഉണ്ടായിരുന്നില്ല. ഞാൻ അടിച്ച പെർഫ്യൂമിൻ്റെ പേര് വിക്ടോറിയ സീക്രട്ട് ആയിരുന്നു അടിച്ച് നോക്കിയത്. പിന്നെ അതെനിക്ക് വലിയ ഇത് തോന്നിയില്ല. ആ അടിച്ച ഒരു മണം എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ വെച്ചു. പിന്നെ ബില്ലടിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ നിറച്ച് മറ്റേ സോപ്പ് പൊടി ഐറ്റംസിന് ഓഫർ ഉണ്ടെന്നു കണ്ടു. ഇത് സോപ്പാട്ടോ, സോപ്പിന് ഓഫർ ഉണ്ടായിരുന്നു. മറ്റേ ഗാർണിയറിൻ്റെ അൾട്രാ ഡോസാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഗാർണിയറിൻ്റെ ഒരു ഷാമ്പൂവും ഒരു കണ്ടീഷണറും, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ കാലത്ത് അങ്ങനെ കണ്ടീഷണറൊന്നും ഉപയോഗിക്കാത്തവരുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു കണ്ടീഷണർ എടുത്തു. നമ്മളെടുത്താട്ടോ. നോൺ വെജ് കഴിക്കണില്ല വെച്ചിട്ട് എന്താ മുട്ടാന്ന് വിചാരിക്കേണ്ട. ഞാൻ മുട്ട മാത്രം കഴിക്കുന്ന വെജിറ്റേറിയനാണ് കേട്ടോ. പിന്നെ മാഗി അല്ല, ഇൻഡോമിയാണ് ഇവിടെ. ഇൻഡോമി ഒരെണ്ണം എടുത്തു. അങ്ങനെ ആ ഒരു കൊട്ട മൊത്തം സാധനങ്ങളായി. ബ്രെഡ്, പിന്നെ ഒരു മയണൈസ് വേണമായിരുന്നു. മയണൈസിലും മുട്ടയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനത്
ഇത് ഫിഷ് മറ്റേ മീറ്റിൻ്റെ സൈഡാണ്. ഇവിടെ വന്നിട്ട് മറ്റേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സാധനം വല്ലതും എടുക്കാമെന്ന് വിചാരിച്ച് തപ്പിയതാണ്. പക്ഷേ അതൊന്നും എടുത്തില്ല. ഇത് മറ്റേ ഫിഷിൻ്റെ ഭാഗം. പിന്നെ അവിടെ പാലുണ്ടാവും, പാല്, തൈര്, അങ്ങനത്തെ ഐറ്റംസൊക്കെ അതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതായിരുന്നു എൻട്രൻസ് എന്നുള്ള ആ ഒരു സെക്ഷൻ. പിന്നെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇത് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് അതായത് ഫ്രൂട്ട് സാലഡ് അങ്ങനത്തെ ഐറ്റംസാണ് അവിടെ. റെഡി ടു ഈറ്റ് ആണത്. ഇത് തൈരിൻ്റെ പല സെക്ഷനാണ്. പിന്നെ കുറേ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും ഫുഡ് ഐറ്റംസ് ഇല്ല. സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ പഴംപൊരി, പരിപ്പ് വട, ഉള്ളിവട അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് ഇന്ദുപ്പ്, ഉപ്പ് അങ്ങനത്തെ സെക്ഷനാണ്. പിന്നെ പാൽപ്പൊടി, ഇത് നമ്മുടെ വെജിറ്റബിൾ സെക്ഷനാണ്. എല്ലാവിധ പച്ചക്കറി ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. കൂർക്കയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൂർക്കയൊന്നും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അതിന് തിരഞ്ഞ് പറക്കിയൊക്കെ ഞാൻ എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് കൂർക്ക ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ആ ഓയിലിനൊക്കെ ഇതതിൻ്റെ ഔട്ട് സൈഡിലെ കാര്യം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് സാധനങ്ങൾ വെക്കുക. അത് ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇരുന്നിരുന്ന് ഞങ്ങൾ കുറേ പോസ്റ്റ് ആയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2 പേര് പുറത്ത് പോയി, 2 പേര് അവിടെ ഇരിക്കുകയാണ് ചെയ്തതെന്ന്. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളെ നോക്കുമായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനിരുന്നു. ഓരോരുത്തരും ഓരോ ഫുഡാണ് പറഞ്ഞത്. ഞാൻ എഗ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. എഗ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയ പറഞ്ഞത്. ബാക്കിയുള്ളവർ ബിരിയാണികളും അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ കയറിയത് ഹോളിഡേയ്സിലാണ് കേട്ടോ. ഹോളിഡേയ്സിൽ നിന്ന് ഹെവി ആയിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് അവർ അവക്കാഡോ ജ്യൂസ് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.